ഈ പീരീഡ്സ് ആവണേക്ക് ഒരാഴ്ച മുമ്പൊക്കെ മൂഡ് സ്വിങ്സ് തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കിപ്പോൾ അങ്ങനെ ഉണ്ടോയെന്നൊരു സംശയമല്ല, ഉള്ളതാണെന്ന് തോന്നണുണ്ട്. മുൻപ് അങ്ങനെ ഉണ്ടായെന്നൊന്നും ഞാൻ ഓർക്കണ പോലും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പം ഈ ഇടയായിട്ട് അങ്ങനെയുണ്ട്. അതേപോലെ ഒരു മൂഡ് സ്വിങ്സിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞത്, ചാച്ച കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഞാനും കൂടെ പോന്നോട്ടേന്ന്. പക്ഷേ ചാച്ചന് ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലയൻറ്റിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ പോകാൻ. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും, ജിമ്മിൽ പോസ്റ്റ് ആവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ടുപേരെയും കൊണ്ട് ഞങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വരേണ്ടിയിരുന്നില്ല എന്ന്. ഇവർക്ക് ജിമ്മ് കണ്ടു കഴിഞ്ഞാൽ പാർക്ക് പോലെയാണ് കേട്ടോ. ഭയങ്കര ഉന്മേഷമായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എനിക്കാണെങ്കിൽ പേടിയാണ്, കാരണം അവിടെ ഫുള്ള് മെഷീൻസ് ഒക്കെ അല്ലേ. പിന്നെ യാച്ചനാണല്ലോ കൂടെ, കൊച്ചിൻ്റെ അപ്പൻ കൂടെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഞാൻ പിറകെ നടക്കും കേട്ടോ. കാരണം ചാച്ചന് ക്ലൈൻറ്റിനെ നോക്കണം, പിള്ളേരെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ലല്ലോ. കൊച്ചിനെ ഒന്ന് ലാളിക്കാനും കൊഞ്ചിക്കാനും പോയതാണ്. അങ്ങനെ കൊച്ചിൻ്റെ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചാച്ചന് സമാധാനമായി. അങ്ങനെ ഡോണുവിനെയും പൊക്കി പിടിച്ച് പോയി. ഏതമോനാണെങ്കിൽ എൻ്റെ ഒക്കത്തുമായിട്ടോ. ഏതമോൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഡോണുവിൻ്റെ ഷൂ ഇട്ടിട്ടാണ് വന്നത്. ഞാൻ അവനോട് പറഞ്ഞതാണ്, മോനെ നിനക്ക് ആ ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല എന്ന്. അതേപോലെ തന്നെ ജിമ്മിൽ വന്നു കഴിഞ്ഞപ്പോൾ കാല് വേദനെടുക്കണം അമ്മയെന്നും പറഞ്ഞിട്ട് ആ ഷൂ അങ്ങ് ഊരിയിട്ടു. പിന്നെ ഷൂ ഇല്ലാണ്ടായിരുന്നു ചെക്കൻ്റെ ആറാട്ട് മുഴുവനും. പിന്നെ തലകുത്തിമറിയൽ അത് വീട്ടിലും പതിവ് തന്നെ. അങ്ങനെ ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെയും അവർ വെറുതെ നിന്നില്ല കേട്ടോ. പിന്നെ ചാച്ചൻ്റെ ക്ലൈൻറ്റിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതേ ലാസ്റ്റ് സ്ട്രെച്ചിങ്ങും കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാനൊന്ന് വെയിറ്റ് നോക്കി. യെസ് ഗൈസ്, ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട്. 44 നിന്ന് വന്ന ഞാൻ ഇപ്പോൾ 51 ആയിട്ടുണ്ട്. എന്താ മാറ്റല്ലേ. അങ്ങനെ ഒരു അവക്കാഡോയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോയി. ഏതമ്മൂനൊരു 3 ബുക്ക് പ്ലെയിൻ നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി അവിടെ സ്റ്റോക്ക് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ വാരിക്കൂടി കൊണ്ടുപോയേക്കാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഭയങ്കര ഡാമേജ് ആയത്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ട് പിന്നെ കുറച്ച് 2 വാട്ടർ ബോട്ടിൽ വാങ്ങാനുണ്ടായിരുന്നു. ഈ ഏതമോൻ സ്കൂളിൽ കൊണ്ടുപോയി വാട്ടർ ബോട്ടിലൊക്കെ എവിടെയോ തട്ടിയിട്ടിട്ട് താഴെ വീണ് പൊട്ടി. അങ്ങനെ അതേ പുതിയതൊരെണ്ണം വാങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പുതിയതൊരെണ്ണം വാങ്ങി കൊടുത്തു കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കാറും ഒന്നല്ല 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോൺ എന്ത് ചെയ്താൽ ബില്ലടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ പൊക്കിയെടുത്തിട്ട് കൊണ്ടുവന്നാണ് ബില്ലൊക്കെ അടിച്ചത്. എൻ്റെ പൊന്നെ, യുവമാരെയും കൊണ്ടുപോയുള്ള യാത്ര നിർത്തും എന്ന് എല്ലാ യാത്രയിലും പറയും, എന്നാലും വീണ്ടും കൊണ്ടുപോകും. അതാണല്ലോ നമ്മൾ പാരൻസ്. ഈ ഓട്ടം ഓടണത് അതെങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കണം എന്നുള്ള ചിന്തയിലുള്ള ഓട്ടമാണ് കേട്ടോ. അങ്ങനെ നേരെ അവിടെ ചെന്ന് ഡ്രസ്സ് പോലും മാറാണ്ട് പപ്പേനെ കൊണ്ട് അത് പൊട്ടിപ്പിച്ച്. പപ്പയ്ക്കാണെങ്കിൽ പിന്നെ പപ്പയ്ക്ക് തന്നെ എല്ലാവരും ആദ്യം ഉദ്ഘാടനം ചെയ്യണമല്ലോ. അങ്ങനെ പപ്പ ഇരുന്നിരിപ്പിൽ അതൊക്കെ പൊട്ടിച്ച് കൊടുത്ത് ബാറ്ററി ഇട്ട് കൊടുത്ത് പപ്പ തന്നെ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ പിള്ളേർക്ക് കൊടുത്തത്. ഇതുപോലൊരു അപ്പനെയും മക്കളെ ഞാൻ ഇതുവരേക്കും കണ്ടിട്ടില്ല. അപ്പം നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.